ആകാശത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾ എന്താണ് കാണുന്നത്? നീലിമയാണ്. വിജ്ഞാൻ ഭൈരവ തന്ത്രം പറയുന്നത് ആകാശം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചയക്കുന്ന ഒരു കണ്ണാടിയാണെന്നാണ്. നമ്മൾ ജീവിക്കുന്നത് ഇന്ദ്രിയങ്ങളുടെ വക്കത്താണ്. ഇന്ദ്രിയങ്ങളിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ ഈ ലോകത്തെ കാണാം. എന്നാൽ ആ നോട്ടം ഉള്ളിലേക്ക് തിരിച്ചാൽ നമുക്ക് തന്നെ ദർശിക്കാം. നിർവാണവും ലോകവും ഒരേ അകലത്തിലാണെന്ന് തിരിച്ചറിയുന്ന നിമിഷമാണത്. മരണത്തെക്കുറിച്ചുള്ള അവബോധം നിങ്ങളെ ഉള്ളിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുന്നു. മേഘങ്ങൾക്കപ്പുറമുള്ള നീലാകാശത്തിലേക്ക് വാക്കുകളില്ലാതെ വെറുതെ നോക്കിയിരിക്കാം. പുറത്തെ ആ അനന്തമായ ശൂന്യത നമുക്കുള്ളിൽ പ്രതിഫലിക്കുമ്പോൾ ആഗ്രഹങ്ങൾ അടങ്ങുകയും മനസ്സ് നിശബ്ദമാകുകയും ചെയ്യും. വസ്തുക്കൾ മായുമ്പോൾ ശൂന്യത തെളിയും. ആ ശൂന്യതയിൽ നമുക്ക് എന്നേക്കുമായി കണ്ടെത്താം. നമസ്കാരം. ദിവ്യബോധം എന്ന ജ്ഞാനപ്രവാഹത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു പുഴ കടലിലേക്ക് ഒഴുകിച്ചേരുന്നത് പോലെ ആശയങ്ങൾ തമ്മിൽ വേർതിരിക്കാനാവാത്ത ഒരു തുടർച്ചയോടെ നമുക്ക് ഈ വിദ്യയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ശിവൻ പറയുന്നു, അനന്തമായ ആകാശത്തിനുള്ളിലേക്ക് നോക്കുകയെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഇന്ന് എവിടെയാണ് നിലകൊള്ളുന്നതെന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ നമ്മുടെ സത്തയുടെ വക്കത്ത് അഥവാ ഇന്ദ്രിയങ്ങളുടെ അതിർത്തിയിലാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബോധം നമ്മുടെ ഉള്ളിലെ കേന്ദ്രത്തിൽ കുടികൊള്ളുമ്പോൾ ഇന്ദ്രിയങ്ങൾ ആ കേന്ദ്രത്തിന് ചുറ്റുമുള്ള പരിധിയായി മാറുകയാണ്. ഈ വൃത്തത്തിന് പുറത്താണ് ലോകവും അതിലെ വസ്തുക്കളും നിലനിൽക്കുന്നത്. ബോധം കേന്ദ്രത്തിലും ഇന്ദ്രിയങ്ങൾ അതിർത്തിയിലും വസ്തുക്കൾ അതിർത്തിക്ക് പുറത്തുമെന്ന ഈ ലളിതമായ ക്രമത്തിലാണ് നമ്മുടെ അസ്തിത്വം വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ദ്രിയങ്ങൾ ഇവിടെ കൃത്യം മധ്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവയ്ക്ക് ഒരേ സമയം പുറത്തെ വസ്തു പ്രപഞ്ചത്തിലേക്കും ഉള്ളിലെ ആത്മബോധത്തിലേക്കും തുറന്ന വാതിലുകളാകാൻ കഴിയുന്നുണ്ട്. ഈ ഇന്ദ്രിയങ്ങളിൽ നിന്ന് പുറത്തേക്ക് സഞ്ചരിച്ചാൽ നമുക്ക് നമ്മുടെ ഈ ലോകത്തെ ദർശിക്കാം. എന്നാൽ അവിടെ നിന്ന് ആ പാത ഉള്ളിലേക്ക് മാറ്റിയാൽ നമുക്ക് നമ്മെ തന്നെ ദർശിക്കാനും സാധിക്കും. ഇവിടെയാണ് സെൻ ഗുരുവായ ബോക്കുജുവിൻ്റെ പ്രസക്തമായ വചനം നമ്മൾ ഓർക്കേണ്ടത്. ആ വാക്കുകൾ ഇപ്രകാരമാണ്: നിർവാണവും ലോകവും ഒരേ അകലത്തിലാണെന്ന്. ലോകം ദൂരെയല്ല, നിർവാണവും ദൂരെയല്ല. രണ്ടും നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ വാതിക്കൽ നിന്ന് ഒരേ ദൂരത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ കണ്ണുകളിൽ നിന്ന് പുറത്തുള്ള നിങ്ങളിലേക്കുള്ള അതേ ദൂരം തന്നെയാണ് എൻ്റെ കണ്ണുകളിൽ നിന്ന് എൻ്റെ കേന്ദ്രത്തിലേക്കുമുള്ളത്. ഇതൊക്കെ ആയിരുന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് മാത്രം നോക്കുന്നത്? അതിൻ്റെ കാരണം ലളിതമാണ്. നമ്മുടെ ശാരീരികമായ അതിജീവനം പുറം ലോകത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. വിശപ്പും ദാഹവും പാർപ്പിടവും തേടി ബോധം ഇന്ദ്രിയങ്ങളിലൂടെ സ്വാഭാവികമായും പുറത്തേക്ക് പ്രവഹിക്കുകയാണ്. ഭക്ഷണത്തിലൂടെ അമ്മ കുഞ്ഞിൻ്റെ സത്തയിലേക്ക് പ്രവേശിക്കുന്നത് പോലെ നമ്മുടെ ആവശ്യങ്ങളാണ് നമ്മെ പുറം ലോകത്തിൻ്റെ അടിമകളായി മാറ്റുന്നത്. ബാഹ്യവസ്തുക്കളിലൂടെ മാത്രം നിറവേറ്റാൻ കഴിയുന്ന ആവശ്യങ്ങൾക്കായി നമ്മൾ നമ്മുടെ ഊർജം ചിലവഴിക്കുമ്പോൾ ഉള്ളിലേക്ക് തിരിയേണ്ടതിൻ്റെ ഒരു ആവശ്യം നാം ഇനിയും സൃഷ്ടിച്ചിട്ടില്ല എന്നതാണ് നഗ്നമായ സത്യം. ഈ ലോകത്ത് ഒരു കാര്യവും ആവശ്യമില്ലാതെ സംഭവിക്കുന്നില്ല. പുറം ലോകത്തെ വസ്തുക്കൾക്കായി നമ്മൾ എത്രത്തോളം ദാഹിക്കുന്നുവോ അത്രത്തോളം ആഴത്തിൽ ഉള്ളിലെ കേന്ദ്രത്തെ അറിയുവാനുള്ള ഒരു വിശപ്പ് നമ്മിൽ ഉണരണം. എങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണതയോടെ തിരിച്ചറിയാൻ സാധിക്കൂ. ഇന്ദ്രിയങ്ങളുടെ വാതിക്കൽ നിന്ന് പുറത്തേക്കുള്ള അതേ ലാഘവത്തോടെ നമുക്കുള്ളിലേക്ക് നടന്നു കയറാൻ കഴിയുന്ന
ആ നിമിഷം നിർവ്വാണവും ഈ ലോകവും ഒന്ന് തന്നെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. നമ്മുടെ ഈ യാത്ര ആ ബോധ്യത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണ്. ഈ ലോകത്ത് ഒരു കാര്യവും ഒരാവശ്യവുമില്ലാതെ സംഭവിക്കുന്നില്ല. നമ്മുടെ ഊർജം ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്കൊഴുകുന്നത് ഭക്ഷണത്തിനും സ്നേഹത്തിനും പാർപ്പിടത്തിനുമുള്ള ഭൗതിക ആവശ്യങ്ങൾ ഈ ലോകത്തിൽ മാത്രമേ കണ്ടെത്താൻ കഴിയൂ എന്നതുകൊണ്ടാണ്. എന്നാൽ ഉള്ളിലേക്ക് നീങ്ങുമ്പോഴല്ലേ നമുക്ക് നമ്മെ പൂർണ്ണതയോടെ തിരിച്ചറിയാൻ സാധിക്കുക. എന്നാൽ അവിടെ പോകേണ്ടതിൻ്റെ ഒരാവശ്യം നാം ഇനിയും ബോധപൂർവം സൃഷ്ടിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ ആവശ്യം സൃഷ്ടിക്കുവാനുള്ള ഏറ്റവും വലിയ താക്കോലാണ് മരണമെന്ന അവബോധം. മരണത്തെക്കുറിച്ച് ഏറ്റവും ആഴത്തിൽ ബോധവാന്മാരായവർക്ക് മാത്രമേ ഉള്ളിലേക്ക് തിരിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. ജീവിതം എപ്പോഴും പുറത്തേക്കാണ് നോക്കുന്നത്. എന്നാൽ മരണം നമ്മെ എപ്പോഴും അകത്തേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. മരണം മറ്റുള്ളവർക്ക് മാത്രം സംഭവിക്കുന്ന ഒന്നാണെന്ന് കരുതുന്നിടത്തോളം നമ്മൾ ജന്തു മനസ്സിലാണ് ജീവിക്കുന്നതെന്ന് പറയാം. ഒരു ജന്തുവിന് തൻ്റെ മരണത്തെക്കുറിച്ച് മുൻകൂട്ടി സങ്കല്പിക്കാൻ കഴിയില്ല. എന്നാൽ മനുഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മരണത്തെക്കുറിച്ചുള്ള അവബോധമാണ്. മരണം കൂടുതൽ കൂടുതൽ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നും അത് ഏത് നിമിഷവും സംഭവിക്കാമെന്നും തിരിച്ചറിയുമ്പോൾ ഈ ലോകത്തിലെ വസ്തുക്കൾക്കുള്ള പ്രാധാന്യം നമ്മിൽ കുറയും. ഭക്ഷണം ശരീരത്തിൻ്റെ ആവശ്യമാണെങ്കിലും അത് ആത്മാവിനെ മരണത്തിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടുത്തില്ല. ദരിദ്രനായാലും ധനികനായാലും മരണം എല്ലാവർക്കും ഒരുപോലെയാണ്. ഏറ്റവും മഹത്തായ സമത്വം മരണത്തിലാണ് സംഭവിക്കുന്നത്. ഈ ബോധം നമ്മളിൽ ഉണരുന്ന നിമിഷം ആത്മീയമായ ഒരു പുതിയ ആവശ്യം ജനിക്കുകയും അത് സ്വാഭാവികമായും നമ്മെ നമ്മുടെ കേന്ദ്രത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഇനി വരുന്ന നിമിഷങ്ങളിൽ ഈ ആവശ്യത്തിൻ്റെ അഭാവത്തിൽ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന ജീവിതത്തിൻ്റെ നിരർത്ഥകതയെക്കുറിച്ച് നമുക്ക് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാം. മരണമെന്ന യാഥാർത്ഥ്യം നമ്മുടെ ബോധത്തെ ഉള്ളിലേക്ക് തിരിക്കുമ്പോൾ നമ്മൾ ഇതുവരെ കെട്ടിപ്പടുത്ത ജീവിതത്തിൻ്റെ അർത്ഥശൂന്യതയെക്കുറിച്ചുള്ള വലിയൊരു തിരിച്ചറിവാണ് അടുത്തതായി സംഭവിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഈ നൈമിഷികമായ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കാൻ വേണ്ടി കൃത്രിമമായ ലക്ഷ്യങ്ങളെയും മോഹങ്ങളെയും നിരന്തരം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയല്ലേ. എന്നാലോ നമ്മൾ ലക്ഷ്യമിടുന്ന ഈ വിജയങ്ങളെല്ലാം കൈപ്പിടിയിൽ ഒതുക്കിക്കഴിഞ്ഞാൽ ഇനിയെന്ത് എന്നൊരു വലിയ ശൂന്യതയ്ക്ക് മുന്നിലാണ് നമ്മൾ ചെന്നെത്തുക. ഇവിടെയാണ് ചരിത്രത്തിലെ രണ്ട് വിപരീത ധ്രുവങ്ങളുടെ കൂടിക്കാഴ്ച പ്രസക്തമാകുന്നത്. ലോകം കീഴടക്കാൻ ഇറങ്ങിത്തിരിച്ച അലക്സാണ്ടറും തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭിക്ഷാപാത്രം പോലും വലിച്ചെറിഞ്ഞ ഡയോജനിസ്. ഈ ലോകം മുഴുവൻ തൻ്റെ സാമ്രാജ്യമായി തീരുന്നില്ലെങ്കിൽ തനിക്ക് സന്തോഷമുണ്ടാകില്ലെന്ന് അലക്സാണ്ടർ കരുതിയപ്പോൾ ഒന്നുമില്ലാതെ തന്നെ താൻ ആനന്ദവാനാണെന്ന് ഡയോജനീസ് ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഈ ലോകം മുഴുവൻ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യുമെന്ന ഡയോജനീസിൻ്റെ ചോദ്യത്തിന് മുന്നിൽ അലക്സാണ്ടർ ചക്രവർത്തിയുടെ സ്വപ്നങ്ങൾ തകർന്നു വീഴുകയായിരുന്നു. കാരണം പുറത്തെ ലോകത്തെ കീഴടക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ നമ്മെ നമുക്ക് സ്വന്തമാക്കാൻ കഴിയില്ലെന്ന് ആ മഹാനായ ജേതാവ് അന്ന് തിരിച്ചറിഞ്ഞു. യഥാർത്ഥ ആനന്ദം എന്നത് യാതൊരു ബാഹ്യവസ്തുക്കളെയും ആശ്രയിക്കാതെ നിലനിൽക്കുന്നതാണ്. എപ്പോഴാണോ നമ്മുടെ സന്തോഷത്തിനായി മറ്റൊന്നിനെ ആശ്രയിക്കുന്നത്, അപ്പോൾ നമ്മൾ സത്യത്തിൽ ദുഃഖത്തിലേക്കാണ് ചുവടുവെക്കുക. പദവികളോ പണമോ അറിവോ എന്തുമാകട്ടെ, അവയെ ആശ്രയിച്ച് നിൽക്കുന്നിടത്തോളം കാലം നമ്മൾ നമ്മുടെ തന്നെ ദുഃഖങ്ങളെ വളർത്തുകയാണ് ചെയ്യുന്നത്. ഒരു പൊങ്ങുതടി വെള്ളത്തിൽ ഒഴുകി നടക്കുന്നത് പോലെ ലക്ഷ്യമില്ലാതെ അലയുന്ന നമ്മുടെ ഈ ജീവിതത്തിന് മൗലികമായ ഒരു അർത്ഥം കണ്ടെത്തണമെങ്കിൽ ഈ ആശ്രിതത്വത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയണം. ബാഹ്യമായതൊന്നും ഇല്ലാതെ തന്നെ പൂർണ്ണമായും ഏകനായി ഇരിക്കുമ്പോൾ ആനന്ദവനായി തീരാൻ കഴിയുന്ന ആ അവസ്ഥയിലാണ് നമുക്ക് സത്യമായി പ്രാപിക്കാൻ കഴിയുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ എത്ര വലിയ വിജയങ്ങൾ നേടിയാലും ആത്യന്തികമായ തോൽവി മാത്രമായിരിക്കും നമ്മെ കാത്തിരിക്കുന്നത്.
നമ്മുടെ ഈ ആന്തരിക യാത്ര അത്തരം കൃത്രിമമായ അർത്ഥങ്ങളിൽ നിന്നുള്ള വലിയൊരു വിടുതലാണ്. മനുഷ്യൻ എപ്പോഴും കാര്യങ്ങളെ വിസ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ്. ഇന്നലെ ദേഷ്യപ്പെട്ട നമ്മൾ അതേക്കുറിച്ച് പശ്ചാത്തപിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് അതേ സാഹചര്യം വീണ്ടും മുന്നിലെത്തുമ്പോൾ നമ്മൾ ആ പഴയ വിഡ്ഢിത്തം തന്നെ ആവർത്തിക്കും. നമ്മുടെയൊക്കെ ജീവിതം പരിശോധിച്ചാൽ ഒരേ തെറ്റുകളുടെ ഒരു ശൃംഖല തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒരേ തെറ്റുകൾ തന്നെ ആവർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ പരിവർത്തനപ്പെടുത്തുവാൻ കഴിയുന്നില്ല. ജീവിതത്തിൽ നിന്ന് ഒന്നും പഠിക്കാത്തവരാണ് നമ്മളിൽ ഭൂരിഭാഗവും. യഥാർത്ഥത്തിൽ പഠിക്കുക എന്നാൽ ഒരേ തെറ്റ് രണ്ടാമത് ആവർത്തിക്കാതിരിക്കുക എന്നതാണ്. പുതിയ തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ പഴയതിൽ തന്നെ ചുറ്റിത്തിരിയുന്നത് നമ്മുടെ ബോധം ഉറങ്ങിക്കിടക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. നമ്മുടെ ഭാരതീയ ദർശനങ്ങൾ ഈ അവസ്ഥയെയാണ് സംസാരം എന്ന് വിളിക്കുന്നത്. ഒരു ചക്രത്തിന്റെ അഴിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ജീവിയെ പോലെ നമ്മൾ ഈ ജീവിത ചക്രത്തിനോടൊപ്പം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളല്ല കറങ്ങുന്നത്, മറിച്ച് ആ ചക്രം നമ്മെ പിടിച്ച് കറക്കുകയാണ് ചെയ്യുന്നത്. ഈ വിഷമവൃത്തത്തിൽ നിന്ന് പുറത്തേക്ക് ചാടണമെങ്കിൽ 3 പ്രധാന തത്വങ്ങൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചിടണം. ഒന്നാമത്തേത് മരണം, അടുത്തത് ജീവിതത്തിൻ്റെ അർത്ഥം, പിന്നെ ജീവിതത്തിലൂടെയുള്ള പാഠങ്ങൾ. മരണത്തെ നമ്മളൊരു നിരന്തര ധ്യാനമാക്കണം. ജീവിതത്തിൻ്റെ അർത്ഥത്തെ അന്വേഷിക്കണം. നമ്മുടെ തന്നെ ജീവിതത്തിലൂടെ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കണം. ഇവിടെ ഗ്രന്ഥങ്ങളിലെ അറിവല്ല വേണ്ടത്, മറിച്ച് സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്ന് ആർജിക്കുന്ന ആഴത്തിലുള്ള തിരിച്ചറിവാണ് നമുക്ക് ഈ ചക്രത്തിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള കരുത്ത് നൽകുന്നത്. നമ്മളൊരു ചക്രത്തിലാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം തന്നെ അതിൽ നിന്ന് പുറത്തേക്ക് ചാടുവാനുള്ള വിവേകം നമ്മളിൽ ഉണരും. ഈ തിരിച്ചറിവോടെ മാത്രമേ നമുക്ക് 33ാമത്തെ വിദ്യയുടെ പ്രായോഗിക തലത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കൂ. നമ്മുടെ ഇന്നത്തെ ഈ ജ്ഞാനപ്രവാഹം അതിൻ്റെ അതീവ ധന്യമായ പരിസമാപ്തിയിലേക്ക് ലയിച്ചു ചേരുകയാണ്. മരണത്തെയും ജീവിതത്തിൻ്റെ അർത്ഥശൂന്യതയെയും തിരിച്ചറിഞ്ഞ് ബോധപൂർവം ഉള്ളിലേക്ക് തിരിയാൻ തയ്യാറെടുത്ത നമുക്ക് മുമ്പിൽ ശിവൻ ആ നിഗൂഢമായ വാതിൽ തുറന്നു തരുകയാണ്. അതാണ് 33ാമത്തെ വിദ്യ. അനന്തമായ ആകാശത്തിൻ്റെ ശൂന്യതയിൽ നമുക്ക് ദർശിക്കുവാനുള്ള വിദ്യ. നമ്മുടെ ഈ യാത്രയുടെ പ്രായോഗിക തലത്തിലേക്ക് കടക്കുമ്പോൾ മേഘങ്ങൾക്കപ്പുറത്തുള്ള ആ നീലാകാശത്തിലേക്ക് വെറുതെ നോക്കിയിരിക്കുക എന്ന ലളിതമായ പ്രക്രിയയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ആകാശം എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വസ്തുവല്ല, മറിച്ച് അതൊരു ശുദ്ധമായ ശൂന്യതയാണ്. നമുക്കറിയാം, ഈ ലോകത്തിലുള്ള സകല വസ്തുക്കൾക്കും അതിരുകളുണ്ട്. എന്നാൽ ആകാശത്തിന് അതിരുകളില്ല. നമ്മൾ ആകാശത്തിൻ്റെ ഭാഗമാണ്. എങ്കിലും നമുക്ക് ആകാശത്തിന് ചുറ്റും നടക്കാൻ കഴിയില്ല. ഇത്തരമൊരു അതിരില്ലാത്ത ശൂന്യതയിലേക്ക് ചിന്തകളില്ലാതെ നോക്കി നിൽക്കുമ്പോൾ അത് നമ്മുടെ ബോധത്തിൽ വിസ്മയകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കും. അവിടെ നോക്കുവാനായി മറ്റൊരു വസ്തുവില്ലാത്തതിനാൽ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങൾ പെട്ടെന്നവിടെ നിസ്സഹായമായി തീരും. ഒരു വസ്തുവിൽ തട്ടി നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ ആ നോട്ടം ഒരു മിന്നൽ പിണർ പോലെ തിരിച്ച് നമ്മളിലേക്ക് തന്നെ മടങ്ങും. ഈ മടക്കയാത്രയിലാണ് നമുക്ക് ആദ്യമായി ദർശിക്കാൻ കഴിയുക. അതുപോലെ നീലാകാശത്തിലേക്ക് നോക്കുമ്പോൾ വെറുതെ നോക്കുക. ഓർക്കുക, വാക്കുകൾ കൊണ്ടവിടെ തടസ്സങ്ങൾ സൃഷ്ടിക്കരുത്. എന്തൊരു മനോഹരമായ ആകാശമെന്ന് പോലും നമ്മോട് പറയാതിരിക്കണം. കാരണം വാക്കുകൾ കടന്നു വരുമ്പോൾ ആകാശം മായുകയും മനസ്സവിടെ തെളിയുകയും ചെയ്യും. നമ്മുടെ ബോധം എന്നത് ഒരു കണ്ണാടി പോലെയാണെന്നേ. അതിന് മുന്നിലുള്ളത് എന്താണോ അത് ഉള്ളിലേക്ക് പ്രതിഫലിക്കും. ദുഃഖിതനായ ഒരാളെ നോക്കുമ്പോൾ നമ്മളും അറിയാതെ ദുഃഖിതരാകുന്നത് നമ്മുടെ ബോധം ആ ദുഃഖത്തെ പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ അനന്തമായ ശൂന്യതയിലേക്ക് നാം നോക്കുമ്പോൾ ആ ശൂന്യത നമ്മളിലേക്ക് പ്രതിഫലിക്കുകയാണ്.
അവിടെ ആഗ്രഹങ്ങൾക്കോ ഉത്കണ്ഠകൾക്കോ സ്ഥാനമില്ല. കാരണം ശൂന്യതയെ നമുക്ക് സ്വന്തമാക്കുവാനോ പ്രണയിക്കുവാനോ അതിൽ നിന്നൊരു വീട് നിർമ്മിക്കുവാനോ കഴിയില്ല. ആഗ്രഹങ്ങൾ നിലയ്ക്കുന്ന ആ നിമിഷം മനസ്സും അതിൻ്റെ പ്രവർത്തനം അവിടെ നിർത്തും. ആ നിശബ്ദതയിൽ, ആ ശാന്തതയിൽ നമുക്ക് നമ്മെ തികച്ചും വ്യത്യസ്തനായ ഒരു വ്യക്തിയായി അനുഭവപ്പെടും. നമ്മൾ എന്തിനെയാണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളായി തീരുമെന്ന് പറയാറുണ്ട്. പണത്തിന് പിന്നാലെ ഓടുന്നവൻ്റെ മനസ്സൊരു പണപ്പെട്ടി പോലെ ആയിത്തീരും. എന്നാൽ ശൂന്യതയെ ദർശിക്കുന്നവൻ ആകാശത്തെ പോലെ അനന്തവും ശാന്തവുമായി മാറും. നമ്മുടെ തൊട്ടടുത്ത യാതൊരുവിധ ചിലവുമില്ലാത്ത ആകാശത്തെ ഒരു ധ്യാനമാക്കി സ്വീകരിക്കുക. മേഘങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും അപ്പുറത്തുള്ള ആ ശൂന്യമായ നീലിമയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ നമുക്കുള്ളിലും അതേ നീലിമയും അതേ പ്രശാന്തതയും നിറയും. ഈ വിദ്യയിലൂടെ പുറത്തെ ആകാശം അകത്തെ ആകാശവുമായി ഒന്നായി തീരുകയാണ് ഇവിടെ. അവിടെ ലോകം അവസാനിക്കുകയും നമ്മെ നമുക്ക് എന്നേക്കുമായി ദർശിക്കാവുന്ന ആ പരമമായ സ്വച്ഛത ഉദിക്കുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ പൂർണ്ണമാകുകയാണ്. വിജ്ഞാൻ ഭൈരവതന്ത്രത്തിലെ ഈ വിദ്യ നിങ്ങളുടെ ജീവിതത്തെ അനന്തമായ ആകാശത്തോളം വിശാലമാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ ദർശനങ്ങൾ കേവലം അറിവായി മാത്രം കാണാതെ നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും ഒരു ധ്യാനമായി കൊണ്ടു നടക്കുക. സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.